السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون. وإنه في أم الكتاب لدينا لعلي حكيم. أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. وكم أرسلنا من نبي في الأولين وما يأتيهم من نبي إلا كانوا به يستهزئون. فأهلكنا أشد منهم بطشا ومضى مثل الأولين. ولئن سألتهم من خلق السماوات والأرض ليقولن خلقهن العزيز العليم الذي جعل لكم الأرض مهدا وجعل لكم فيها سبلا لعلكم تهتدون. صدق الله العلي العظيم. സൂറത്തു സുഖ്റൂഫിന്റെ ആദ്യത്തെ 10 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. അധികം വൈകാതെ നടക്കാൻ പോകുന്ന ഖുർആൻ ക്വിസ് പ്രോഗ്രാമിലെ 3 സൂറത്തുകളിൽ രണ്ടാമത്തേതാണിത്. സൂറത്ത് ഷൂറ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലൂടെയാണ് നാം എല്ലാ ആയത്തുകളും കവർ ചെയ്യുന്ന രൂപത്തിലല്ലെങ്കിലും ഒരു വിവരണം നൽകിയത്. സൂറത്ത് ഷൂറയെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്ത് തന്നെയാണ് സൂറത്ത് സുഖ്റൂഫ്. രണ്ടും ഒരേ വലിപ്പമുള്ള സൂറത്താണ്. ആയത്തുകളുടെ എണ്ണം പരിഗണിച്ചാൽ സൂറത്ത് ഷൂറയേക്കാൾ വലുതാണ്. സൂറത്ത് ഷൂറയിൽ 53 ആയത്തുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ സുഖ്റൂഫിൽ 89 ആയത്തുകളുണ്ട്. അല്പം സൂറത്ത് ഷൂറയേക്കാൾ വലിപ്പം കൂടും ആയത്തുകളുടെ എണ്ണം പരിഗണിക്കാതെ നോക്കുകയാണെങ്കിലും. അപ്പോൾ 3 ക്ലാസ്സുകളിലൂടെ മുഴുവനാക്കിയ ഷൂറ, ഈ സൂറത്ത് അത്രയും ക്ലാസ്സുകൾ എടുത്തെങ്കിലേ ചെറുതായ രൂപത്തിലെങ്കിലും വിവരിക്കാൻ കഴിയൂ. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി വളരെ നീണ്ടുപോകും. അതുകൊണ്ടുള്ളൊരു വിഷയം, നമ്മുടെ സിലബസിലെ 6 സൂറത്തുകളിൽ നമ്മൾ ഇപ്പോൾ ഈ ആശയ വിവരണത്തിന് വേണ്ടി തജ്വീദ് ക്ലാസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഖുർആൻ ക്വിസ് കഴിഞ്ഞെങ്കിലേ ഇനി തജ്വീദ് ക്ലാസ് പുനരാരംഭിക്കാൻ കഴിയും. അത് തുടങ്ങി പൂർത്തീകരിച്ച് ആ തജ്വീദ് മത്സരം നടക്കേണ്ടതുണ്ട് നമ്മുടെ പതിവ് സമ്പ്രദായ പ്രകാരം. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ക്വിസ് പ്രോഗ്രാമിൽ 3 സൂറത്തുകൾ കവർ ചെയ്യുന്നു. പിന്നീട് 4 സൂറത്തുകൾ കൂടി നമുക്ക് ഇപ്രകാരം ആശയം പഠിച്ചുകൊണ്ട് ക്വിസ് പ്രോഗ്രാമും നടക്കേണ്ടതുണ്ട്. അതൊക്കെ റമദാനിന്റെ മുന്നോടിയായി നടക്കാനുള്ളത് കൊണ്ട് നമുക്ക് വളരെ കൂടുതൽ ക്ലാസ്സുകൾ ആശയവിവരണത്തിന് വേണ്ടി എടുക്കാൻ സാധിക്കുകയില്ല. 2 ക്ലാസ് കൊണ്ട് സുഖ്റൂഫ് കവർ ചെയ്യാനാണ് ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ എല്ലാ ആയത്തുകളും സ്പർശിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുകയില്ല. ചില ആയത്തുകളൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട്
മറ്റായത്തുകൾ വിവരിക്കുക മാത്രമേ നമുക്ക് മുൻപിൽ വഴി ഉള്ളൂ. ആയത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ്. തുടക്കം തന്നെ ഈ സുവ്യക്തമായ വൽ കിതാബിൽ മുബീൻ, സുവ്യക്തമായ ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല ആരംഭിക്കുന്നത്. ഇത് ഈ ഖുർആനിനെ വളരെ വ്യക്തമായ അറബി ഭാഷയിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി, ഉറ്റാലോചിക്കുന്നവർക്ക് വേണ്ടി നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. തുടർന്ന് പറയുന്നത് വഇന്നഹു ഫി ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയ്യുൻ ഹകീം. ഈ പരിശുദ്ധ ഖുർആൻ ഉമ്മുൽ കിതാബിൽ ഉള്ളതാകുന്നു, അത് അത്യുന്നതമാകുന്നു, അങ്ങേയറ്റത്തെ യുക്തി പൂർണ്ണമാകുന്നു. ഉമ്മുൽ കിതാബ് എന്നാൽ അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ ധാരാളം വിവരിക്കുന്നുണ്ട്. അതിൻ്റെ സംഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആലയുടെ സന്നിധിയിലുള്ള ലൗഹുൽ മഹ്ഫൂദ് എന്നും കിതാബും മക്നൂൻ എന്നുമൊക്കെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആ ലൗഹുൽ മഹ്ഫൂദ് എന്നാൽ സുരക്ഷിത ഫലകം എന്നാകുന്നു അതിൻ്റെ അർത്ഥം. സുരക്ഷിത ഫലകം, മൊത്തം കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഒരു സുരക്ഷിത ഫലകം അല്ലാഹു തആലയുടെ സന്നിധിയിലുണ്ട്. അതിന് തന്നെ ഖുർആനിൽ കിതാബും മക്നൂൻ, സുരക്ഷിതമായ ലിഖിതം, സുരക്ഷിതമായ ഗ്രന്ഥം എന്നും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, അങ്ങേയറ്റത്തെ പരമപരിശുദ്ധരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്നും അതിനെക്കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ വിവരിക്കപ്പെട്ടതായി കാണാം. ഈ സുരക്ഷിത ഫലകത്തിൽ നിന്ന് ഉള്ള വിവരങ്ങളാകുന്നു, വിജ്ഞാനമാകുന്നു ഈ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല മനുഷ്യ സമൂഹത്തിൻ്റെ ഹിദായത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് തന്നെ അള്ളാഹുവിൻ്റെ അനാദിയായ ജ്ഞാനം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനാദിയായ ജ്ഞാനം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ ലൗഹുൽ മഹ്ഫൂദ്, കിതാബും മക്നൂൻ, അള്ളാഹുവിൻ്റെ അനാദിയായ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സമഗ്രമായ ഒരു സംഗതിയാകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അന്യൂനമായ യാതൊരു തെറ്റുകളും പറ്റാത്ത പരിപൂർണ സത്യമായ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സംഗതികളാകുന്നു ഈ പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ചുരുക്കം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം, അത് കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഹി, ഈ വഹിയുമായി, വേദഗ്രന്ഥങ്ങളുമായി വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ, എത്രയെത്ര ദൂതന്മാരെയാണ് പൂർവ സമൂഹങ്ങളിൽ നാം അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല ഇവിടെ പറയുകയാണ്. എന്താണ് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ വന്ന പ്രവാചകന്മാരുടെ അനുഭവം എന്ന് തുടർന്ന് പറയുന്നു. വമാ യഅതീഹിം മിൻ നബിയ്യിൻ, ഒരു നബിയും ആഗതരായിട്ടില്ല അവരിൽ, ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, പരിഹസിക്കപ്പെടാതെ. പ്രവാചകന്മാർ വരുന്നത് സന്മാർഗ സന്ദേശവുമായാണ്, മനുഷ്യ സമൂഹത്തിന്റെ വിജയപാത കാണിച്ചു കൊടുക്കാനാണ്, അവരുടെ ഇരുലോക ജീവിതത്തിൻ്റെയും വിജയത്തിന് വേണ്ടിയാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും ഇതുമായി വന്ന പ്രവാചകന്മാർ ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യപ്പെടുകയല്ല ഉണ്ടായിട്ടുള്ളത്.
വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ, എത്ര പ്രവാചകന്മാരെയാണ് മുൻകാലങ്ങളിൽ നാം നിയോഗിച്ചിട്ടുള്ളത്. വമാ യഅതീഹിം മിൻ നബിയ്യിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഒരൊറ്റ പ്രവാചകനും പരിഹസിക്കപ്പെടാതെ പോയിട്ടില്ല. പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുകയും ആ നന്മയുടെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ അനുഭവം തന്നെയാണ് ഉണ്ടാകുക. പരിഹാസവും ആക്ഷേപങ്ങളും അക്രമമർദ്ദനങ്ങളുമാണ് അവരെ സ്വീകരിക്കുക. എക്കാലത്തും അങ്ങനെയാണ്, ഇക്കാലത്തും അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ സാക്കിർ നായിക്കിന്റെ അനുഭവം. സ്വന്തം ജന്മദേശത്തേക്ക് വരാൻ പറ്റാതെ വിദേശത്ത് പരദേശിയായി ജീവിക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. എന്താ കാര്യം? ഈ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജയിലറക്കുള്ളിൽ അടക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം നിർവഹിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. പക്ഷെ പുറത്തേക്കതല്ല പറയാ, പുറത്തേക്കതല്ല. ഇപ്പൊ സാക്കിർ നായിക്കിനെതിരെ 59 കേസോ മറ്റോ അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഈ 59ലും അദ്ദേഹം ഇവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നൊന്നുമല്ല ഉള്ളത്. മറിച്ച് ഇല്ലാത്ത കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ടാണ് സമീപിക്കുക. فأهلكنا أشد منهم بطشا ومضى مثل الأولين. അങ്ങനെ അന്തിമമായി ഈ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും തള്ളിക്കളയുകയും അവർക്കെതിരെ വാളോങ്ങുകയും ചെയ്ത സമൂഹങ്ങളെ നാം നശിപ്പിച്ചു കടുത്ത ശിക്ഷകൾ മുഖേന. അങ്ങനെ ചരിത്രത്തിലുടനീളം നശിപ്പിക്കപ്പെട്ട ധിക്കാരികളായ തെമ്മാടികളായ ആ ജനതയുടെ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു ഇവരും. ഈ പ്രവാചകന്മാർ നിയുക്തരായ സമൂഹങ്ങളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ ആളുകൾ, അവരുടെ സമീപനത്തെ കുറിച്ചാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. താങ്കൾ അവരോട് ചോദിക്കുകയാണ്, ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും. ശരിക്കും തഅക്കീദോട് കൂടിയാ പറയുന്നത്. എന്ത്? ഖലഖഹുന്നൽ അസീസുൽ അലീം, സർവജ്ഞനും പ്രതാപവാനുമായ അല്ലാഹു ആകുന്നു അത് സൃഷ്ടിച്ചത്. ഹിന്ദുക്കളോട് ചോദിച്ചാൽ എന്താ പറയാ? അവരാരാധിക്കുന്ന അനേകായിരം വിഗ്രഹങ്ങളാണെന്ന് ഒരിക്കലും പറയില്ല. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ദൈവങ്ങളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന് ഒരിക്കലും അവർ പറയില്ല. അവർ പറയാ ഒരു സർവേശ്വരനാകുന്നു എന്നാ പറയാ. ഈ സർവേശ്വരൻ എന്ന മലയാളം തന്നെയാണ് നമ്മൾ ഇലാഹ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് എക്കാലത്തുമുള്ള മുശ്രിക്കുകൾ പറയുമായിരുന്നു. സാക്ഷാൽ അബൂജഹലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മളൊക്കെ നിരീശ്വരവാദിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഫിറഔൻ ഒരിക്കലും നിരീശ്വരവാദിയല്ല, ദൈവവിശ്വാസിയായിരുന്നു. ഫിറഔന് തന്നെയും ആരാധ്യന്മാരുണ്ടായിരുന്നു, ആരാധനകൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അന റബ്ബുക്കുമൽ അഅല, ഞാനാണ് നിങ്ങളുടെ മേലായ റബ്ബ് എന്ന് ഫിറഔൻ പറഞ്ഞത് എന്താണ്? അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലയോ, ഞാനല്ലയോ ഇവിടുത്തെ ചക്രവർത്തി? ഈ നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാൽപാദങ്ങൾക്ക് കീഴിലൂടെ അല്ലയോ? ഇവിടെ ആരെങ്ങനെ ജീവിക്കണം, എന്താണ് ഹറാം എന്താണ് ഹലാൽ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. ആ റുബൂബിയത്താണ് ഫിറഔൻ വാദിച്ചത്. ഒരിക്കലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മേലായ റബ്ബാണ് എന്ന് ഫിറഔൻ പറഞ്ഞിട്ടില്ല. ഫിറഔൻ തന്നെയും ദൈവവിശ്വാസിയായിരുന്നു, ആരാധന അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. എക്കാലത്തുമുള്ള മനുഷ്യർ അവരൊക്കെ തന്നെ അള്ളാഹുവിനെ നിഷേധിച്ചിരുന്നില്ല. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട് എന്ന് തന്നെയാണ് അവരൊക്കെ വിശ്വസിച്ചത്. ഈ നിരീശ്വരവാദികൾ എന്നത് പുതുതായി കടന്നു വന്നതാ. പരിശുദ്ധ ഖുർആനിൽ
നിരീശ്വരവാദികളെ തെരഞ്ഞാൽ കാണുകയില്ല. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം ആണ് നിരീശ്വരവാദവുമായി രംഗത്ത് വന്ന ചരിത്രത്തിലെ ഒന്നാമത്തെ പ്രസ്ഥാനം. ഇപ്പോഴും അത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പല ഘട്ടങ്ങളിൽ നിരീശ്വരത്വം പ്രചരിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ സിലബസുകളിൽ കൂടി പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ശക്തമായ പ്രതിരോധം കാരണം അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ വഖഫ് ബോർഡിലും മറ്റും നുഴഞ്ഞു കയറിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മതവിദ്യാഭ്യാസത്തെയും ഇവിടുത്തെ ആരാധനാലയങ്ങളുടെ സമ്പ്രദായങ്ങളിലും നുഴഞ്ഞു കയറിക്കൊണ്ട് ക്രമേണ മതമുക്തരാക്കി തീർക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രത്യക്ഷത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതൊഴിച്ചാൽ എവിടെയൊക്കെ ഈ പ്രസ്ഥാനം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവരതിന് ശ്രമിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും അത് വിജയിച്ചു. ആദ്യഘട്ടത്തിൽ 7 പതിറ്റാണ്ടുകാലം 6-7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന്, ഇമാം ബുഖാരി തിർമിദിയൊക്കെ ജീവിച്ച രാജ്യങ്ങളിൽ നിന്ന് പോലും ഹജ്ജിന് അല്ലാഹു തആല ഫർളാക്കി ഹജ്ജിന് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് നിരീശ്വര നിർമ്മത പ്രസ്ഥാനം പുതുതായിട്ടുള്ളതാണ്. ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല, ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. ഖുർആനിൽ കാണാൻ സാധിക്കുക ദൈവവിശ്വാസികളായ സമൂഹങ്ങളെയാണ്. പക്ഷെ കുഴപ്പം എവിടെയാണ്? ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് പറയും. എന്നല്ല, അള്ളാഹു തആല സർവജ്ഞനാണ്, പ്രതാപശാലിയാണ് എന്നൊക്കെ അവർ അംഗീകരിച്ചിരുന്നു. റഹ്മാനായ റബ്ബ് ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് സൂറത്ത് യാസീനിൽ പറഞ്ഞ മുശ്രിക്കുകളായ ആ ജനങ്ങൾ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്ത ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരോട് പറഞ്ഞതായി കാണാൻ പറ്റും. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന അല്ലാഹു തആലയാണെന്ന് മാത്രമല്ല, അവൻ റഹ്മാനാണ് എന്നും അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അല്ലാഹു തആലക്ക്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആലക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ആ അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന കാര്യമാണ് അവർ നിഷേധിച്ചത്. അതിൽ അവർ ശിർക്ക് ചെയ്തു. അതിൽ അല്ലാഹു അല്ലാത്തവർക്ക് അവർ പങ്ക് നൽകി. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു. അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർ ഹറാമും ഹലാലുമാക്കിയത് അത് അംഗീകരിച്ചു. അല്ലാഹു അല്ലാത്തവരുടെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു. ഇവിടെയാണ് കുഴപ്പം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കും അനുസരണത്തിനും കീഴ്വണക്കത്തിനും എല്ലാം അർഹനായി ഏകനായ അല്ലാഹു തആല മാത്രമാണ് എന്ന സന്ദേശവുമായി പ്രവാചകന്മാർ നിരന്തരം ആഗതരായിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അല്ലാഹു തആലയെ കുറിച്ച് വിവരിക്കാനുള്ളത് ജഅലലകുമുൽ അർദ മഹ്ദൻ, ഈ ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി. ഭൂമിയുടെ യാഥാർത്ഥ്യം പരിഗണിച്ചാൽ മിനിറ്റിൽ 1000കണക്കിന് കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ് നമ്മുടെ ഭൂമി. പുറമെ സ്വന്തം അച്ചുതണ്ടിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സൂര്യനോടൊപ്പം അതിനേക്കാൾ സെക്കൻഡിൽ 1000കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ 1000കണക്കിന് ഡിഗ്രി ചൂടിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവയാണ് താഴെയുള്ളത്. അത് ചിലപ്പോൾ പൊട്ടി പുറത്തേക്ക് വരുന്നതാണല്ലോ അഗ്നിപർവ്വത സ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ട് നാം കാണുന്നത്. നാം ടി വിയിലൊക്കെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മിശ്രിതം, ഇരുമ്പും മണ്ണും എല്ലാം ഉരുകി ദ്രവിച്ച് ഒലിച്ചു കൊണ്ടിരിക്കുന്ന ലാവ മിശ്രിതം പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ യാഥാർത്ഥ്യം. പക്ഷേ അല്ലദീ ജഅലലകുമുൽ അർള മഹ്ദ, അതൊന്നും മേശാത്ത കോലത്തിൽ ഭൂമിയുടെ സഞ്ചാരമോ സ്വയം കറക്കമോ നമ്മുടെ കാൽപാദങ്ങൾക്ക് കീഴിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവയുള്ളതോ ഒന്നും നമ്മെ അലോസരപ്പെടുത്തുന്നില്ല. ഭൂമി ഒരു തൊട്ടിൽ പോലെ. ഒരു മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞിന് തൊട്ടിൽ എത്രത്തോളം കംഫർട്ടബിൾ ആണോ എന്ന രൂപത്തിൽ ഇവിടെ ജീവിക്കാനും ജീവിതായോധനത്തിൽ ഏർപ്പെടാനും സുഷുപ്തി കൊള്ളാനുമെല്ലാം തക്ക രൂപത്തിൽ
മഹദൻ തൊട്ടിലാക്കി അല്ലാഹു തആല നിങ്ങൾക്ക് തന്നു. വജഅലലക്കും ഫിഹാ സുബുല, ഈ ഭൂമിയിൽ അവൻ നിങ്ങൾക്ക് ധാരാളം മാർഗങ്ങൾ ഉണ്ടാക്കി തന്നു. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് പാത കണ്ടെത്താൻ വേണ്ടി. വമ്പിച്ച വിശദീകരണങ്ങളാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിലൊക്കെ നൽകിയിട്ടുള്ളത്. ജഅലലക്കും ഫിഹാ സുബുല, മാർഗങ്ങൾ ഉണ്ടാക്കി തന്നു. ഭൂമിയുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൂലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിച്ചേരാൻ തക്ക രൂപത്തിലാണ് അല്ലാഹു തആല കരയും കടലും സംവിധാനിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. നമ്മൾ ഭൂഗോളം ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ ഭൂഗോളത്തിന്റെ ഏത് ഭാഗത്തും കടൽ മാർഗം കപ്പലോടിച്ചുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന രൂപത്തിലാണുള്ളത്. അങ്ങനെ അല്ലാഹു തആല ഈ ഭൂഗോളത്തെ സൃഷ്ടിച്ചത് കൊണ്ടാണ് മനുഷ്യർക്ക് ഇവിടെ സാമൂഹ്യമായി ജീവിക്കാനും പുരോഗമിക്കാനും അവരുടെ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്താനും തേടാനും സാധിക്കുന്നത്. അതല്ലെങ്കിൽ മരുഭൂമിയിലുള്ളവർ എങ്ങനെ ജീവിക്കും? ഒരു രാജ്യത്ത് ധാന്യങ്ങൾ ഉണ്ടാകും, പഴങ്ങളോ പച്ചക്കറികളോ ഉണ്ടാവുകയില്ല. വേറെ രാജ്യത്ത് പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകും, വേറെ പലതും ഉണ്ടാവുകയില്ല. ഇനി ഭക്ഷ്യവസ്തുക്കൾ പലതുമുള്ള രാജ്യമായിരിക്കും, പക്ഷെ നിത്യോപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട പല വസ്തുക്കളുടെയും ഉണ്ടാക്കേണ്ട അസംസ്കൃത പദാർത്ഥങ്ങൾ വേറെ ചില രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ കൊള്ളക്കൊടുക്കകളിലൂടെ മനുഷ്യർക്ക് അവരുടെ നിത്യോപയോഗ വസ്തുക്കൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ എല്ലാം ലഭിക്കത്തക്ക രൂപത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും തക്ക രൂപത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. സുബുല, നിങ്ങൾക്ക് അവൻ മാർഗങ്ങൾ ഉണ്ടാക്കി തന്നു. കപ്പൽ അത് ജലഗതാഗതമാണ്. ഇനി കരയിലൂടെ സഞ്ചാരം. നമുക്കറിയാം, ഖുറൈശികൾ അവർ കച്ചവടക്കാരായിരുന്നല്ലോ, ദേശാന്തര കച്ചവടക്കാർ. അവരായിരുന്നു ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഏഷ്യൻ, ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളിലുള്ള പല വ്യഞ്ജനങ്ങളും പലചരക്കുകളും യമനിലുള്ള ആ തുറമുഖത്ത് കപ്പൽ മുഖേന കൊണ്ടുവരും. അവിടുന്ന് അത് ആയിരക്കണക്കായ ഒട്ടകപ്പുറത്തേറ്റിക്കൊണ്ട് ഷാമിലേക്ക് കൊണ്ടുപോകും. ഷാമിൽ നിന്നാണ് പിന്നീട് യൂറോപ്പിലേക്ക് ആ ചരക്കുകൾ പോയിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന്, ഉത്തരഭാഗങ്ങളിൽ നിന്ന് ഉള്ള ചരക്കുകൾ ഷാമിൽ നിന്ന് വാങ്ങിക്കൊണ്ട് യമനിലേക്ക് കൊണ്ടുവരും. ഇതായിരുന്നു അവരുടെ ജോലി. അന്ന് കപ്പൽ മാർഗം യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഏഷ്യ ആഫ്രിക്ക വൻകരയെ വേർപ്പെടുത്തിയിട്ടുള്ള ഈജിപ്തിലെ സൂയസ് കനാലൊന്നും അന്നില്ല. ഏഷ്യ ആഫ്രിക്ക വൻകരകൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈജിപ്തിനെ കീറി മുറിച്ചുകൊണ്ട് സൂയസ് കനാൽ ഉണ്ടാക്കിയത് 19-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷമാണ് യൂറോപ്പിലേക്ക് ഈ ചെങ്കടലിലൂടെ കപ്പലോട്ടം സുസാധ്യമായത്. അതിനു മുൻപ് ഖുറൈശികളാണ്, അറബികളാണ് ഈ യൂറോപ്പിന്റെയും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ചരക്ക് ഗതാഗതം ആയിരക്കണക്കായ ഒട്ടകത്തിലൂടെ, ഒട്ടകപ്പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് എത്തിച്ചിരുന്നത്. അതിനൊക്കെ തന്നെ പറ്റിയ രൂപത്തിൽ അല്ലാഹു തആല സുബുൽ ഉണ്ടാക്കി, കടലിൽ മാത്രമല്ല കരയിലും. നമുക്കറിയാം, വലിയ പർവ്വത ശൃംഖലകളുണ്ട്. ഹിമാലയ പർവ്വതങ്ങൾ, പശ്ചിമഘട്ടം, ആൽപ്സ് പർവ്വതനിരകൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പർവ്വതങ്ങൾക്കിടയിൽ മറു കര പറ്റാൻ, ആ പർവ്വതത്തിനപ്പുറമുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഗതാഗത മാർഗങ്ങൾ പ്രകൃതിപരമായ രൂപത്തിൽ തന്നെ അല്ലാഹു തആല സംവിധാനിച്ചു. അതുകൊണ്ടാണല്ലോ ചുരങ്ങൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ റോഡ് മാർഗമുള്ള ചുരങ്ങൾ ഇപ്പൊ 1-2 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും മറ്റ് കഴുതപ്പുറത്തുമൊക്കെയാണ് ചരക്ക് ഗതാഗതവും യാത്രകളും നടത്തിക്കൊണ്ടിരുന്നത്. അവർക്കൊക്കെ സഞ്ചരിക്കാവുന്ന രൂപത്തിൽ വലിയ വലിയ പർവ്വതങ്ങൾ, ആയിരക്കണക്കിന് മീറ്ററുകൾ ഉയരമുള്ള പർവ്വതങ്ങളാണെങ്കിൽ പോലും അതിലൊക്കെ തന്നെ അതൊന്നും കൈവച്ചുകൊണ്ട് മനുഷ്യന് യാത്ര സുഗമമാക്കാനോ സഞ്ചാരപഥങ്ങളോ ഉണ്ടാക്കാനോ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അല്ലാഹു തആല വജഅലലക്കും ഫീഹാ സുബുലൻ,
അവൻ വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതൊന്നുമില്ലായിരുന്നെങ്കിൽ മനുഷ്യനിവിടെ ജീവിതം സുസാധ്യമാകുമായിരുന്നില്ല. ഇനി അതിനൊക്കെ പുറമെ നേരത്തെ കടലിലെ ജലഗതാഗതത്തെ കുറിച്ച് പറഞ്ഞു. എന്നാൽ കരയിലൂടെ ജലഗതാഗതത്തിന് അല്ലാഹു തആല സംവിധാനം ഉണ്ടാക്കി. പർവ്വതങ്ങളിൽ പെയ്യുന്ന മഴ അത് കുത്തിയൊലിച്ചുകൊണ്ട് നദികൾ ഉണ്ടായിത്തീരുന്നു. ആ നദികൾ വളഞ്ഞ് പുളഞ്ഞ് മനുഷ്യൻ ജീവിക്കുന്ന നാഗരിക പ്രദേശങ്ങളിലൂടെ ഒഴുകി കടലിൽ ചെന്ന് ചേരുന്നു. ഈ നദികളിലൂടെ ജലഗതാഗതം അല്ലാഹു തആല സുഗമമാക്കി. ഇറാഖിലുള്ള യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി, ആ നദി തീരങ്ങളിലാണല്ലോ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും പുരാതനമായ ഏറ്റവും പ്രാക്തനമായ നാഗരികത നിലകൊണ്ടത്. അതുകൊണ്ടാണല്ലോ അവ്വലുർ റുസുൽ എന്ന് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഇറാഖിൽ നിയുക്തനായത്. അവിടെ വലിയ വലിപ്പമുള്ള ബോട്ടുകളിലൂടെ തന്നെ ഈ നദികളിലൂടെ ജലഗതാഗതം സാധ്യമാണ്. ചരക്ക് കടത്തും സഞ്ചാരവുമൊക്കെ അങ്ങനെ നടത്തുന്നതായി കാണാം. അങ്ങനെയുള്ള യാത്രയിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ അകപ്പെട്ടത്. അപ്പോൾ ഗതാഗത മാർഗങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി. അപ്പോൾ കടലിലൂടെയുള്ള സഞ്ചാരം, കടലിലൂടെ ഭൂലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെടത്തക്ക രൂപത്തിലുള്ള സുബുൽ വഴികൾ, പുറമെ കരയിലൂടെ സഞ്ചാരത്തിന് ആവശ്യമായ മാർഗങ്ങൾ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കടലിലാവട്ടെ വിശാലമായ മരുപ്പരപ്പുകളിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ദിശയറിയേണ്ടതുണ്ടായിരുന്നു. ഇന്ന രാജ്യം ഞാൻ പുറപ്പെടുന്നതിന്റെ തെക്കാണ് വടക്കാണ് എന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഒരു മരുഭൂമിയുടെ അകത്തകപ്പെട്ടയാൾക്ക് അല്ലെങ്കിൽ കടലിൽ അകപ്പെട്ട ഒരു കപ്പലിന് ഏതാണ് ദിക്ക് എന്നറിയണ്ടേ? അല്ലാഹു തആല സംവിധാനം ഉണ്ടാക്കി. പകൽ സൂര്യന്റെ ഉദയവും അസ്തമയവും വെച്ചുകൊണ്ട് കണക്കാക്കാൻ പറ്റും. രാത്രിയോ, രാത്രി നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് വഴികാട്ടിയായി നിശ്ചയിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ടായിരുന്നു മരുഭൂമിയിലൂടെയും കടലിലൂടെയും അക്കാലത്ത് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഉണ്ട്, അതുമാതിരി GPS സംവിധാനമുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് യുഗാന്തരങ്ങളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യർ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അതിനൊക്കെ സംവിധാനം ഉണ്ടാക്കി. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് ദിശയറിയാൻ, നിങ്ങൾ മാർഗം കണ്ടെത്താൻ. അങ്ങനെ ഇതെല്ലാം സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ നേരായ മാർഗം കണ്ടെത്തിക്കൊണ്ട് ചൊവ്വായ മാർഗത്തിലൂടെ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ സംവിധാനിച്ചത് ഏകനായ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇതിന് വിരുദ്ധമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഈ ശിർക്കിന്റെ മാർഗം, അല്ലാഹുവിന്റെ അവകാശം, അല്ലാഹുവിന്റെ വിശിഷ്ട ഗുണങ്ങൾ, അല്ലാഹു തആലക്ക് മാത്രം അർഹതപ്പെട്ട ആരാധന, ആ പരമമായ അനുസരണം, ഇതെല്ലാം അല്ലാഹു അല്ലാത്ത അല്ലാഹു തആലയുടെ സൃഷ്ടികൾക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്ക് മഹാപാപമാകുന്നു. അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം എന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നൽകുന്ന സന്ദേശം. അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. അത് മുഖേന നിർജീവമായ ഭൂമിയെ സജീവമാക്കി. കദാലിക തുഖ്റജൂൻ, അപ്രകാരമാണ് നിങ്ങളെ അല്ലാഹു തആല വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. പരലോക നിഷേധമാണല്ലോ എക്കാലത്തുമുള്ള സത്യനിഷേധികൾ ഉറച്ചു നിന്നിരുന്ന കാര്യം. ഇപ്പോഴും അങ്ങനെയാണ്. ദൈവ നിഷേധം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടില്ല. ദൈവവിശ്വാസികളായിരുന്നു, പക്ഷേ അല്ലാഹു തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലാണ് അവർ ഉടക്കിയത്. എന്നാൽ അവർ നിഷേധിച്ചു കൊണ്ടിരുന്ന യാഥാർത്ഥ്യം എന്താണ്? മരണാനന്തര ജീവിതമാണ്, പരലോകമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലം ഏറ്റുവാങ്ങേണ്ട, തന്റെ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു മഹ്ശറ വൻസഭ,
ഒരു രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന ദിവസം അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ആഖിറത്തിനെയാണ് അവർ തീർത്തും നിഷേധിച്ചു കൊണ്ടിരുന്നത്. അവരോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിർജീവമായ ഭൂമി നിങ്ങളുടെ മുൻപിലുണ്ട്. ഊഷരമായ ഭൂമി, വെയിലേറ്റ് വിണ്ടുകീറി ഒരു പച്ചപ്പുമില്ലാതെ നിർജീവമായി കിടക്കുന്ന ഭൂമി വർഷാവർഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നസ്സല മിനസ് സമാഇ മാഅൻ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു. ഫഅൻശർനാ ബിഹി ബൽദതൻ മൈത, അങ്ങനെ നിർജീവമായ ആ ഭൂമിയെ വർഷാവർഷം അല്ലാഹു തആല ജീവിപ്പിക്കുന്നു. അത് ഹരിതാപമാകുന്നു, സസ്യ ശ്യാമളമാകുന്നു, ധാരാളം ജീവികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, വിവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്. ഇടവപ്പാതിക്കൊക്കെ നാം കാണുന്നതാണ്, കേൾക്കുന്നതാണ്. കദാലിക തുഖ്റജൂൻ, ഇതൊക്കെ അല്ലാഹു തആല നിങ്ങളുടെ കൺമുമ്പാകെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. മണ്ണടിഞ്ഞു പോയതായിരുന്നില്ലേ? കദാലിക തുഖ്റജൂൻ, അപ്രകാരം നിങ്ങൾ മരിച്ചു മണ്ണായി പോയാൽ എല്ലാവരെയും ജീവിപ്പിക്കാൻ വേണ്ടി ഒരു കാഹളത്തിൽ അല്ലാഹു തആല ഊതും, സൂർ എന്ന കാഹളത്തിൽ. അപ്പോൾ ഇവിടെ മഴ വർഷിപ്പിക്കുമ്പോൾ എപ്രകാരം ഈ ഭൂമിയിൽ അല്ലാഹു തആല ജീവികളെ വ്യാപിപ്പിക്കുന്നുവോ, ഭൂമിയെ ഹരിതാഭമാക്കുന്നോ, സജീവമാക്കുന്നു, അപ്രകാരം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ നിങ്ങൾ അല്ലാഹു തആല ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, പുറപ്പെടുവിക്കും. എന്താണ് ഇതിൽ ഇത്ര അവിശ്വസനീയമായിട്ടുള്ളത്? ആദ്യമായി സൃഷ്ടിച്ച അല്ലാഹു തആലക്ക് പിന്നെ വീണ്ടും നിങ്ങളെ പുനഃസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അല്ലാഹു തആലക്ക് അസാധ്യമായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ. വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അനാമി മാ തർകബൂൻ, കപ്പലുകളിൽ നിന്നും കാലിവർഗത്തിൽ നിന്നും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവൻ വാഹനങ്ങൾ ഉണ്ടാക്കി തന്നു. ലിതസ്തവൂ അലാ ദുഹൂരിഹി, ആ വാഹനപ്പുറത്ത് നിങ്ങൾ ഏറിക്കഴിഞ്ഞാൽ സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, ആ വാഹനപ്പുറത്ത് ഏറിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഈ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. വാഹനമില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ദീർഘമായി സഞ്ചരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ പോലും ദൂരെ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിച്ചേർക്കാൻ സാധിക്കുമോ? ഒന്നും സാധിക്കുകയായിരുന്നില്ല. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടി. പിന്നെയോ ഇദസ്തവൈതും അലൈഹി, നിങ്ങൾ വാഹനപ്പുറത്ത് ഏറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, എങ്ങനെയാണ് അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വതഖൂലു, നിങ്ങൾ ചൊല്ലുക, നിങ്ങൾ പറയുക, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്ക് ഈ വാഹനം സൗകര്യപ്പെടുത്തി തന്ന, കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു തആല പരമപരിശുദ്ധനാകുന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്ക് ഇത് അധീനപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. നാം വാഹനത്തിൽ കയറിയാൽ ചൊല്ലേണ്ട ദിക്റാണിത്. ഇത് ഖുർആനിലുള്ളതാണ്. നാം ദൈനംദിന ജീവിതത്തിൽ ചൊല്ലുകയും പറയുകയും ചെയ്യുന്ന ദിക്റുകള്, ദുആകളൊക്കെ തന്നെ ഏറിയ പങ്കും പരിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ ബോധപൂർവം അത് ഖുർആനിൽ ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കാറില്ല. നമ്മൾ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അങ്ങോട്ട് ചൊല്ലുന്നു ദിക്റുകള്, അതിലേറിയ പങ്കും ഖുർആനിൽ ഉള്ളതാണ്. നമ്മൾ റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലും. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം ഖുർആനിലെ കൽപ്പനയാണ്. പരമപരിശുദ്ധനായ നിങ്ങളുടെ റബ്ബിനെ വാഴ്ത്തുക, അതാണ് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ചൊല്ലുന്നത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, താങ്കളുടെ അത്യുന്നതനായ റബ്ബിനെ വാഴ്ത്തുക, ഖുർആനിൽ ഉള്ളതാണ്. അതാണ് നമ്മൾ സുജൂദിൽ ചെയ്യുന്നത്. ഈ പരിശുദ്ധ ഖുർആൻ ആയത്ത് അതിൽ അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് നാം നമസ്കാരത്തിൽ പോലും ചൊല്ലുകയും പറയുകയും ചെയ്യുന്നത്.
ബോധപൂർവം നാം അത് മനസ്സിലാക്കാറില്ല എന്ന് മാത്രം. ഇനി വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇതിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും നാം നമ്മുടെ റബ്ബിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാകുന്നു. ഒരു സത്യവിശ്വാസി എപ്പോഴും ഓർക്കേണ്ടതും എല്ലായ്പ്പോഴും അനുനിമിഷം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതുമായ ഒരു സംഗതിയാണ് അല്ലാഹു തആലയുടെ നിഅമത്തിനെ കുറിച്ച് ബോധം. അല്ലാഹു തആലയുടെ നിഅമത്തുകൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് അല്ലാഹു തആല എനിക്ക് നൽകിയ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. നാം ആഹാരം കഴിക്കുമ്പോൾ, നാം പാനീയം കുടിക്കുമ്പോൾ, അത് അല്ലാഹു തആലക്ക് അപ്പോൾ തന്നെ ശുക്ർ ചെയ്യാം. നാം വാഹനപ്പുറത്തേറുമ്പോൾ, അത് ഏത് വാഹനമാകട്ടെ, ലിഫ്റ്റിൽ കയറിയാൽ പോലും ഈ ദിക്ർ നമ്മൾ ചൊല്ലണം. അതോടൊപ്പം അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഈ നിഅമത്തുകളെല്ലാം എനിക്ക് നൽകിയ അനുനിമിഷം നമുക്ക് മേൽ നിഅമത്തുകൾ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ട ഒരു ദിവസം സമാഗതമാകുന്നു. നാം നാളെ അല്ലാഹുവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടവരാണ്, അവിടെ ഉത്തരം ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്ലാഹു തആലാന്റെ നിഅമത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ശുക്ർ ചെയ്യണം. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അല്ലാഹു തആലാന്റെ മുമ്പിലേക്ക് മടങ്ങേണ്ടവരാണ് നാം എന്ന ബോധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഈ ബോധമുണ്ടെങ്കിൽ നാം അല്ലാഹു തആലാക്ക് എപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ, പോരായ്മകൾ ഉണ്ടായാൽ, അല്ലാഹു തആലാക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും നമ്മിൽ നിന്ന് സംഭവിച്ചാൽ ഉടനെ നാം അല്ലാഹുവിനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. ഈ ബോധം നമുക്ക് ഉണ്ടാവണം. ഇതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. നാം വാഹനങ്ങളിൽ കയറുമ്പോൾ ഇത് ചൊല്ലൽ പതിവാക്കണം. ഇതുവരെ പതിവാക്കാത്തവരുണ്ടെങ്കിൽ സൂറത്ത് സുഖ്റുഫ് 13-14 ആയത്തുകളിലാണ് വാഹനത്തിൽ കയറിയാൽ ചൊല്ലാനുള്ള ദിക്ർ ഉള്ളത്. അത് പഠിക്കുകയും ഇന്ന് മുതൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. കൂടാതെ നിങ്ങളൊക്കെ മിക്കവാറും അത് ചെല്ലുന്നവരാണ് എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ മക്കളുടെ കാര്യം എന്താണ്? കുടുംബത്തിന്റെ കാര്യം എന്താണ്? മക്കളെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? മദ്രസയിൽ പറഞ്ഞയച്ചിട്ടുണ്ടാവാം. മദ്രസയിൽ പലപ്പോഴും ഇവ കാര്യങ്ങള്, പഴയ കാലത്ത് ഞാനൊക്കെ മദ്രസയിൽ പോയിരുന്ന കാലത്ത് രാവിലെ 7 മണി മുതൽ 10 മണി വരെ മദ്രസ, 3 മണിക്കൂർ. 10:30 മണിക്ക് അന്ന് സ്കൂൾ തുടങ്ങും. ആ 10:30 മണിക്ക് തുടങ്ങുന്നത് ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അത് വിവിധ കാലത്തുള്ള സർക്കാരുകൾ കുടുസാക്കി കൊണ്ടുവന്ന് ഇപ്പോഴത്തെ ഒരു കക്ഷി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവൃത്തി സമയം 8 ആക്കാൻ, 8 8:30 ആക്കാൻ. ഇനി ആ 8 കൂടെ, നേരത്തെ 10:30 സ്കൂൾ തുടങ്ങിയത് 10 ആക്കി, പിന്നെ 9:30 ആക്കി, പിന്നെ 9 ആക്കി, ഇനി അത് 8 ആക്കാൻ, അല്ലെങ്കിൽ 8:30 ആണോ എന്നറിയില്ല ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഉടനെ തന്നെ മുസ്ലിം സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞതാ. 1 മണിക്കൂറേ ഇപ്പൊ മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നുള്ളൂ. ഈ 1 മണിക്കൂറിനുള്ളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം പഠിപ്പിക്കാൻ സാധ്യമല്ല. ഈ ദിക്ർ ദുആകൾ, നമസ്കാരം തന്നെ മര്യാദക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. നമസ്കാരത്തിലെ ദിക്റുകൾ, എന്നിട്ടല്ല പിന്നെ നമസ്കാരത്തിന് പുറത്തുള്ള ഈ ദിക്റുകളുടെ കാര്യം. മദ്രസ വിദ്യാഭ്യാസം തീർത്തും അപര്യാപ്തമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക ശിക്ഷണശീലങ്ങൾ പഠിപ്പിക്കാൻ, അവർക്ക് ദിക്ർ ദുആകൾ പഠിപ്പിക്കാൻ നാം സംവിധാനം ഉണ്ടാക്കണം. പഠിപ്പിച്ചാൽ പോരാ, അത് അവർ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നാം നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കണം. നാം യാത്ര ചെയ്യുമ്പോൾ, കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ, കാറിൽ കയറിയാൽ, വണ്ടിയിൽ കയറിയാൽ, വിമാനത്തിൽ കയറിയാൽ ഇത് ചൊല്ലണം, കൂട്ടായി ചൊല്ലിക്കണം. ഞാനിപ്പോ 2 ദിവസം മുമ്പ് ആലപ്പുഴയിലേക്ക് പോയി നമ്മുടെ ഇക്ബാൽ സാഹിബിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. എന്റെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, 2 പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറിയ ശേഷവും കാറിൽ കയറിയ ശേഷമൊക്കെ ഇത് കൂട്ടായി അവരെ കൊണ്ട് ചൊല്ലിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഓരോ സന്ദർഭത്തിലും ചൊല്ലാനും പറയാനുമുള്ളത് ചൊല്ലിക്കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ളത് ഒരുമിച്ച് ചൊല്ലിച്ചു. ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്,
ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലി ഇറങ്ങിയാൽ അല്ലാഹു തആല ഒരു മലക്കിനെ ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യും. തിരിച്ചിവിടെ എത്തുന്നത് വരെ. നമ്മൾ പോകുന്നത് ഒരു പക്ഷേ നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യാത്രയായിരിക്കാം. പക്ഷെ ഇത് ചൊല്ലി ഈ നിയ്യത്തോടു കൂടി ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ നമുക്ക് SPG പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ. നമ്മുടെ കൂടെ ഓരോ മലക്കുകളുണ്ട്, ഓരോ ശൈത്താന്മാരുണ്ട് നമ്മളെ പേപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് വിസ്മരിപ്പിക്കാൻ വേണ്ടി. ഈ സൂറത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് വരുന്നുണ്ട്. ഈ ചൊല്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ശൈത്താനോട് വേറൊരു ശൈത്താൻ പറയും, പൊന്നാര ചങ്ങാതി, നീ എന്തിനാ ഈ എനർജി വേസ്റ്റ് ആക്കുന്നത്? ചങ്ങാതിയുടെ പിന്നാലെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അല്ലാഹു തആല പ്രത്യേകമായ മലക്കിനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുകയാണ്. നീ വേറെ വല്ല പണി നോക്കി എന്ന് ശൈത്താൻ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഒക്കെ കൂടെ ഒരു ശൈത്താനുണ്ട്, വേറെ ശൈത്താൻ നമ്മളെ പേപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നീ വെറുതെ എനർജി വേസ്റ്റ് ആക്കണ്ട എന്ന് ഷെയ്ത്താൻ ഈ ഷെയ്ത്താനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഒന്ന് പറഞ്ഞു വിടല്ല, നിരന്തരം നാം അതിന് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഉഷാറാണല്ലോ. മാഷാ അല്ലാഹ്. എനിക്കൊക്കെ അസൂയ തോന്നാറുണ്ട് ചിലരുടെ കാര്യത്തിൽ. കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ അവർ കാണിക്കുന്ന താല്പര്യവും ശുഷ്കാന്തിയും. മനസ്സിലായില്ലേ? എല്ലാ കാര്യവും അതിന്റെ ക്ലാസ്സും അതിന്റെ എക്സാമൊക്കെ ബേസ് ചെയ്തിട്ടാണ്. എന്നോ വരാനുള്ള എക്സാമിന് വേണ്ടി ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അവരുടെ യാത്രയും കാര്യവും ഒക്കെ വേണ്ടത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ ഒരു പ്രിയോറിറ്റി ആഖിറത്തു ഖൈറും വഅബ്ഖാ, പാരത്രികമായ അനശ്വരമായ ജീവിതത്തിലേക്കുള്ള ഗൈഡൻസ് നൽകുന്നതിൽ നമ്മൾ കാണിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അത് കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് സ്വയം നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കും. ഇനി വജഅലൂ ലഹു മിൻ ഇബാദിഹി ജുസ്ആ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അല്ലാഹു തആലയാണ് സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ ഈ മനുഷ്യന്മാരുടെ കഥ? വജഅലൂ ലഹു മിൻ ഇബാദിഹി ജുസ്ആ. അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ ചിലരെ അവർ അല്ലാഹു തആലാന്റെ ജുസ്ഇകളാക്കി, ഭാഗമാക്കി, വംശമാക്കി. എന്ന് വെച്ചാൽ അല്ലാഹു തആലാക്ക് പുത്രന്മാരെ സങ്കല്പിച്ചു. ക്രിസ്ത്യാനികളെ പോലെ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ്. അതുപോലെ തന്നെ വേറെ ദേവികളെ സൃഷ്ടിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് അവർ അല്ലാഹു തആലാന്റെ പെൺമക്കളാണ് എന്ന് സങ്കല്പിച്ചു. ഇങ്ങനെ അവർക്കൊക്കെ അല്ലാഹു തആലാക്ക് മാത്രം നൽകേണ്ട ഇബാദത്ത് വീതിച്ചു. ഇതാണ് മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിലോ അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലോ യാതൊരു പങ്കുമില്ലാത്ത അള്ളാഹുവിന്റെ കേവല സൃഷ്ടികളെ അള്ളാഹുവിന്റെ ഭാഗമാക്കി അള്ളാഹുവിന്റെ ശിർക്ക് ചെയ്തു. ഇന്നൽ ഇൻസാന ലകഫൂറുൻ മുബീൻ. തീർച്ചയായും ഈ മനുഷ്യൻ അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനാകുന്നു, വ്യക്തമായ ധിക്കാരിയാകുന്നു, അങ്ങേയറ്റത്തെ അവിശ്വാസിയാകുന്നു, അങ്ങേയറ്റത്തെ നിഷേധിയാകുന്നു. കാഫിർ, കഫൂർ എന്ന് പറഞ്ഞാല് ഈ എല്ലാ അർത്ഥമുണ്ട്. നന്ദി കെട്ടവൻ, ധിക്കാരി, അവിശ്വാസി, സത്യനിഷേധി, ഈ എല്ലാ അർത്ഥമുള്ള വാക്കാണ്. ഇന്നൽ ഇൻസാന ലകഫൂർ മുബീൻ. മനുഷ്യൻ അങ്ങേയറ്റത്തെ കഫൂർ ആകുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മെ നൊന്ത് പെറ്റ് അങ്ങേയറ്റത്തെ ക്ലേശത്തോടും പിന്നെ പ്രയാസങ്ങളോടും കൂടി പോറ്റി വളർത്തി വലുതാക്കി. ഈ മാതാപിതാക്കന്മാരോട് നല്ല നിലയിൽ വർത്തിക്കുകയും അവർക്ക് സേവനം ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യത, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മക്കൾ ഈ മാതാപിതാക്കന്മാരെ വില വെക്കുന്നില്ല, അവരനുസരിക്കുന്നില്ല, അവരെ ശുശ്രൂഷിക്കേണ്ട ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല. ആ മക്കൾ കാണിക്കുന്ന നന്ദികേടിന്റെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കും.
ഇനി ഒരു പടി കൂടി മേലോട്ട് പോയി. ഈ മാതാപിതാക്കന്മാരനുസരിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, സേവിക്കുന്നില്ല എന്നതോ പോകട്ടെ, ഈ മാതാപിതാക്കന്മാരുടെ ഒരു കൊടിയ ശത്രു ഉണ്ട് അപ്പുറം. ഈ ശത്രുവിനെയാണ് അനുസരിക്കുന്നത്, ഈ ശത്രുവിനാണ് സേവനം ചെയ്യുന്നത്, ആ ശത്രുവിന് വേണ്ടിയാണ് അവരുടെ ജീവിതം സമർപ്പിക്കുന്നത്. എങ്കിൽ ഈ മക്കളുടെ നന്ദികേടിന്റെയും ഈ മക്കളുടെ ധിക്കാരത്തിന്റെയും ഒക്കെ പാരമ്യം നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇതേ കാര്യമാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. മാതാപിതാക്കന്മാർ എന്ന് വെച്ചാല് ഈ മക്കളുടെ ജനനത്തിൽ അവർക്കാണ് അല്ലാഹു തആല ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത്. ഈ മക്കൾക്ക് വേണ്ടി ഏറ്റവും ക്ലേശവും ത്യാഗമൊക്കെ സഹിച്ചത് അവരാണ് എന്നതുകൊണ്ടാണ് അവരെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ, അവരെ വെറുപ്പിച്ചാൽ നമുക്ക് അത് അങ്ങേയറ്റത്തെ ഒരു മഹാപാപമായി നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ മാതാപിതാക്കന്മാരെ സൃഷ്ടിക്കുകയും അവർക്ക് ഈ മക്കളോട് സ്നേഹവും വാത്സല്യവും ദയയും ഒക്കെ നിറച്ചു കൊടുത്തവനുമായ ഈ മനുഷ്യനെ തന്നെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു തആലയോട് എത്രത്തോളം കടപ്പാടുണ്ടാവണം എന്ന അല്ലാഹു തആലയോട് ഈ പറഞ്ഞ ധിക്കാരം അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ നിഅമത്തുകൾ അനുനിമിഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അവന് ശുക്ർ ചെയ്യുന്നില്ല എന്നതോ പോകട്ടെ, ഈ അല്ലാഹുവിന്റെ കേവല സൃഷ്ടികളെ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു. അഥവാ അല്ലാഹുവിന്റെ ശത്രുവായ മനുഷ്യന്റെയും ശത്രുവായ പിശാചിന്റെ പ്രേരണക്ക് വശംവദരായിക്കൊണ്ട് ഈ പിശാചിനാണ് മനുഷ്യൻ ഇവിടെ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോൾ ഷിർക്ക് എന്ന മഹാപാപത്തിന്റെ ഗുരുതരാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അവനിൽ ഷിർക്ക് ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. ആ ഷിർക്കല്ലാത്ത ഏത് പാപങ്ങളും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, മഹാപാപമാകുന്നു. എന്നാൽ ഈ ഷിർക്കിന്റെ വിഷയത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ തന്നെ, കേരളത്തെ അവലംബമാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഷിർക്കിന്റെ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആൻ അത് കൈകാര്യം ചെയ്ത ഗൗരവ സ്വഭാവത്തിൽ ഈ സമുദായത്തിലെ ഭൂരിപക്ഷവും അത് കണക്കിലെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മൾ 15 ആയത്തുകളുടെ വിശദീകരണമാണ് നൽകിയത്. നമ്മുടെ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹു തആല അടുത്ത ആഴ്ച നമുക്ക് തുടരാം. സൂറത്ത് ഇനി 2 ക്ലാസ് കൊണ്ട് മുഴിപ്പിക്കുക എന്നത് ഒരു സാഹസമാണ്. പക്ഷേ ഇതൊന്നും വിവരിക്കാതെ വെറുതെ ഓടിച്ചു പോയിട്ട് എന്താണ് കാര്യം? ഖുർആന്റെ ആശയം മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും 2 ക്ലാസ് കൊണ്ട് പൂർത്തീകരിക്കത്തക്ക രൂപത്തിൽ നമുക്ക് ഒന്നും കൂടെ കുറച്ച് ആയത്തുകളൊക്കെ വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. അതല്ലാതെ വേറെ വഴിയില്ല. അതിലപ്പുറം എല്ലാവരും തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.